മുതലപ്പുഴ അപകട പരമ്പരയിൽ ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് എ റഷീദിന്റെ നിർദ്ദേശപ്രകാരം മത്സ്യബന്ധന തുറമുഖ വകുപ്പ് സെക്രട്ടറി, ഫിഷറീസ് ഡയറക്ടർ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ, തീരദേശ പോലീസ് ഇൻസ്പെക്ടർ ജനറൽ എന്നിവർ കമ്മീഷന് മുൻപാകെ വിശദമായ പ്രത്യേകം റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. എസ് ഷീജ ചേരുകയാണ്. ഷീജ, വിശദമായ വിവരങ്ങൾ. തീർച്ചയായും ഏതായാലും മുതലപ്പുഴി അപകട പരമ്പര അതിലുള്ള ന്യൂനപക്ഷ കമ്മീഷന്റെ സിറ്റിംഗിലാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും മുതലപ്പുഴി അപകട പരമ്പരയെ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. അതിലാണ് തുടർ നിർദ്ദേശപ്രകാരം മത്സ്യബന്ധന തുറമുഖ വകുപ്പ് സെക്രട്ടറി, അതോടൊപ്പം തന്നെ ഫിഷറീസ് ഡയറക്ടർ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ, തീരദേശ പോലീസ് ഇൻസ്പെക്ടർ ജനറൽ എന്നിവർക്ക് കമ്മീഷൻ മുമ്പാകെ വിശദമായ പ്രത്യേക റിപ്പോർട്ടുകൾ സമർപ്പിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന സിറ്റിംഗിൽ ചെയർമാൻ തന്നെ റിപ്പോർട്ടുകൾ പരിശോധിക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനമായും മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖത്തിന്റെ തെക്കേ പുലിമുട്ട് പൊളിച്ച് ലോഡ് ഔട്ട് ഫെസിലിറ്റി നിർമ്മിച്ചതിന് ശേഷം 2022 ചുഴലിക്കാറ്റ്, ടൌട്ടെ ചുഴലിക്കാറ്റ്, 2022 കാലവർഷം എന്നിവ മൂലം മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖത്തിന്റെ ടെട്രോപോഡുകൾക്ക് സാരമായിട്ടുള്ള നാശം സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ കല്ലുകളും ടെട്രോപോഡുകളും പ്രവേശന കവാടത്തിൽ ചാനലിലും ചിതറിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും വിശദമായി പരിശോധിച്ച കമ്മീഷൻ നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി പരിശോധിച്ച കമ്മീഷൻ മത്സ്യബന്ധന മേഖലയിലെ വിവിധ സംഘടനകൾ, അതോടൊപ്പം തന്നെ തൊഴിലാളികൾ എന്നിവരുമായി ചർച്ച ചെയ്ത് വിഷയത്തിൽ തുടർ നടപടികളുടെ നിർദ്ദേശം അത് സർക്കാരിന് സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സിറ്റിംഗിൽ 12 ഹർജികളാണ് തീർപ്പാക്കിയിരിക്കുന്നത്. ശരി, എസ് ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.